പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഐക്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്നും ഇവർ മൂവരും ഒന്നാണെന്നുള്ള വലിയൊരു ബോധ്യം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ നമുക്ക് ഉടനീളം അറിയാൻ സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുത്രനായ ഈശോയുടെ മനുഷ്യാവതാരവും നമ്മളെ വീണ്ടെടുക്കുന്ന മനോഹരമായിട്ടുള്ള രംഗങ്ങളും, പരിശുദ്ധാത്മാവ് അതിനുശേഷം സഭയെ നയിക്കുന്ന വളരെ അധികം ലേഖന ഭാഗത്തൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന പ്രവർത്തനങ്ങളും, അങ്ങനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള 3 വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്കൊക്കെ പണ്ട് മുതൽ തന്നെ കേട്ടൊരു കഥയാണ് അഗസ്തീനോസിൻ്റെ ഒരു കഥ. അഗസ്തീനോസ് കടൽ തീരത്തൂടെ ത്രിത്വത്തെക്കുറിച്ച് ചിന്തിച്ച് നടക്കുകയാണ്. നമുക്കറിയാം, ഈ ത്രിത്വം എന്നുള്ള വളരെയധികം വലിയ രഹസ്യാത്മകമായിട്ടുള്ള സഭയുടെ വലിയൊരു പ്രബോധനമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചവരും പഠിപ്പിച്ചവരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അഗസ്തീനോസ് ഇങ്ങനെ കടൽ തീരത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കക്ക കൊണ്ട് വലിയ കടലിലെ വെള്ളം എടുത്ത് ചെറിയൊരു കുഴിയിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഗസ്തീനോസ് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് മണ്ടത്തരം നീ കാണിക്കണേ? ഈ കക്ക കൊണ്ട് ഈ വലിയ കടലിനെ വറ്റിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് അഗസ്തീനോസിനെ നോക്കി പുഞ്ചിരിച്ച് പറയും, അങ്ങ് എന്നേക്കാൾ വലിയ മണ്ടനാണല്ലോ. ദൈവമെന്നുള്ള വലിയ സാഗരത്തെ അങ്ങയുടെ തലയിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്ന വലിയൊരു മണ്ടത്തരം. അങ്ങനെ ആ കുഞ്ഞ് മാലാഖയായി പറന്നുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. സ്നേഹമുള്ളവരെ, നോക്കി, ത്രിത്വത്തെക്കുറിച്ച്, ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അത്രത്തോളം ഉൾക്കൊള്ളാനൊന്നും സാധിക്കില്ല. പക്ഷേ ഈശോയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത് അനുഭവിച്ചറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിതാവ് ആരാണെന്നും പുത്രൻ ആരാണെന്നും പരിശുദ്ധാത്മാവ് ആരാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ ഫാൻ ഉണ്ട് അല്ലേ? 3 പങ്കുകളാണ് അതിനുള്ളത്. ആ 3 പങ്കുകൾ ഒരുമിച്ച് കറങ്ങുമ്പോൾ അതിൻ്റെ ആക്റ്റീവായിട്ടിരിക്കുന്ന തലത്തിൽ ഇതിന് എത്ര എണ്ണമുണ്ട്, എത്ര എണ്ണം ആക്റ്റീവാണ്, എത്ര പങ്കുകളുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതെല്ലാം ഒന്നായി നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് കാറ്റ് ലഭിക്കുന്നത്. നോക്കിയേ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഈ 3 വ്യക്തികളുടെ കൂട്ടായിട്ടുള്ള വലിയ പ്രവർത്തനം നമുക്കതിൽ കാണാൻ സാധിക്കും. നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സഭയുടെ ജീവിതത്തിൽ, ഇടവക ജീവിതത്തിലൊക്കെ ഈ ഐക്യത്തിൻ്റെ തലത്തിലേക്ക് എനിക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടോ? അതോ എൻ്റെ പ്രവർത്തനം മൂലം ഈ ഐക്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിൽ ഐക്യമില്ലാതെ കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഐക്യത്തിന് വേണ്ടി നിലനിൽക്കാൻ ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഐക്യമുള്ളിടത്താണ് നമുക്കറിയാൻ സാധിക്കുക അവിടെ വലിയൊരു സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ വലിയൊരു ഇടമായിട്ട് മാറുള്ളൂ. അപ്പം അതുകൊണ്ട് ഐക്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന വക്താക്കളാകാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.